വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഗായ്സ് സുസ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗായ്സ്, സി ഐ ഡി മൂസ നമ്മുടെ മലയാളികൾക്ക് ഏവർക്കും സുപരിചിതം, അതുപോലെ ദി ഫേമസും എൻ്റെയും ഫേവറേറ്റുമായ സിനിമയാണ് നമ്മുടെ സി ഐ ഡി മൂസയിലെ തുരപ്പം കൊച്ചുണ്ണി, നമ്മുടെ കള്ളം കൊച്ചുണ്ണി, തുരപ്പം കൊച്ചുണ്ണി. നമ്മുടെ തുരപ്പം കൊച്ചുണ്ണി സ്വർണം അതുപോലെ തന്നെ പല വീട്ടുകളിൽ പോയി കൊള്ളയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഓരോ വീട്ടിൽ കയറി കൊള്ളയടിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ടെഡി ബിയറും അവിടുത്തെ പാവക്കുട്ടികളും തുരപ്പം കൊച്ചുണ്ണി എന്താ പറയുക കൊള്ളയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തുരപ്പം കൊച്ചുണ്ണിക്ക് ഭാര്യയോ മക്കളോ ഇല്ല, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ടെഡി ബിയറും ഡോളുകൾ പണമല്ലാതെ ടെഡി ബിയറും ഡോളുകളും എന്താ പറയുക തുരപ്പം കൊച്ചുണ്ണി പോകുന്നു, അതായത് കൊള്ളയടിക്കുന്നു. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ഡിസൈനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമിക് എക്സാഗ്രേഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ മൂവി എന്ന് പറഞ്ഞാൽ ഫുള്ള് കോമഡി, എന്താ പറയുക ഒരുപാട് നല്ല ഹാസ്യ താരങ്ങൾ നടന്നു ഒരു ഫുൾ കോമഡി എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ ഒരു കോമിക് എക്സാഗ്രേഷന് വേണ്ടിയിട്ടും അതുപോലെ ഒരു കൊച്ചുണ്ണി എന്താ പറയുക ഈ ടോയ്സും കാര്യങ്ങളും എന്താ പറയുക കൊള്ളയടിക്കുന്നത് പണം മാത്രമല്ല, പണവും സ്വർണ്ണം മാത്രമല്ല, ഈ ടോയ്സും കൂടെ കൊള്ളയടിക്കുമ്പോൾ ഒരു കള്ളൻ്റെ ഒരു റിഡിക്കുലസ് ഫണ്ണി ലുക്കാണ് ശരിക്കും അതിൽ നമുക്ക് തരുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാംലെസ് തീഫാണ്. ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ക്യാഷ് എടുക്കുന്നതല്ല, ടോയ്സും കൂടെ എടുക്കുമ്പോഴേക്കും തുരപ്പം കൊച്ചുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സില്ലി ക്രിമിനലാണ്, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്രിമിനലല്ല, ഒരു സില്ലി ക്രിമിനൽ. ഇതെന്ന് പറഞ്ഞാൽ മൂവി എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്സായിട്ട് എന്താ പറയുക തീർച്ചയായിട്ടും അത് കൊണ്ടുപോകും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുരപ്പം കൊച്ചുണ്ണിയുടെ ചൈൽഡിഷ് പേഴ്സണാലിറ്റിയാണ്. പല ഇൻ്റർപ്രിറ്റേഷൻ പറയുന്നത് കൊച്ചുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടികളെ പോലെ ഒരു മൈൻഡാണ്, അതുപോലെ തന്നെ സ്ട്രെയിൻഡ് ഒബ്സഷൻ. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണാലിറ്റി, ഒരു ചൈൽഡിഷ് പേഴ്സണാലിറ്റി കാരണം ഇതൊരു പാവക്കുട്ടികളും ടെഡി ബിയറൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഇത് ഇത്രയും ഓരോ ഇൻ്റർപ്രിറ്റേഷനാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഈ ചാനലിനുള്ള ശരിക്കുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഫാൻ തിയറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. തുരപ്പം കൊച്ചുണ്ണി ഒരു ചൈൽഡ്ഹുഡ് ട്രോമ തുരപ്പം കൊച്ചുണ്ണിക്ക് ഉണ്ട്. തുരപ്പം കൊച്ചുണ്ണി സ്വർണം പണം അതുപോലെ ഇറക്കാതെ എന്താ പറയുക ടെഡി ബിയർ മോഷ്ടിക്കുന്നത്, അവന് ഭാര്യകളില്ല കുട്ടികളില്ല, അപ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ എന്തിനാണ്? അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു വിശദീകരണം തന്നിട്ടില്ല. പക്ഷേ ചില ആരാധകർ പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു വികാരപരമായിട്ടൊരു തിയറിയുണ്ട്. അതാണ് തുരപ്പം കൊച്ചുണ്ണി ബാല്യമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ. ആ ഒരു കഥയിലോട്ട് നമുക്ക് പോകാം. സ്റ്റോറി ഇവിടെ തുടങ്ങുകയാണ്. ഒരു ചെറിയ ഗ്രാമത്തിലാണ് തുരപ്പം കൊച്ചുണ്ണി ജനിച്ചതും ജീവിച്ചിരുന്നത്. അവൻ്റെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു. അവൻ്റെ അച്ഛൻ ദിവസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്തു, അമ്മ വീട് പണികൾ ചെയ്തിരുന്നു. ജീവിക്കാൻ മതിയായ പണം പോലും എന്താ പറയുക ചിലപ്പോൾ കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഗ്രാമത്തിൽ മറ്റു കുട്ടികൾക്ക് എന്താ പറയുക കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചിലർ ടെഡി ബിയറുകൾ, ചിലർ പാവകൾ, ചിലർക്ക് കാറെന്ന കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പല കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കൂടി കളിക്കുമ്പോൾ കൊച്ചുണ്ണി എന്താ പറയുക മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അവനും അത്രയേറെ ആഗ്രഹമുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ടെഡി ബിയർ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ പാവക്കുട്ടികൾ കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ഒരു ദിവസം കൊച്ചുണ്ണി ഗ്രാമത്തിൽ ഒരു ചെറിയ കളിപ്പാട്ട കടയിൽ മുന്നിലെത്തിയിട്ട് കടയുടെ ഷെൽഫിൽ നിന്ന് നിറയെ ടെഡി ബിയറുകളും പാവകളും ഉണ്ടായിരുന്നു. അവനവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, കണ്ണുകൾ ചെറിയ സന്തോഷം. അപ്പോൾ അവൻ അവിടുത്തെ കടയുടമയോട് ചോദിച്ചു, ചേട്ടാ ഇതിന് എത്രയാണ്? വില കേട്ടപ്പോൾ കൊച്ചുണ്ണിക്ക് മനസ്സിലായി അതിന് അവൻ്റെ വീട്ടിൽ പണമില്ല. അവൻ അവിടെ നിൽക്കുന്നത് കണ്ട കടയുടമ പറഞ്ഞു, വാങ്ങാൻ പണമില്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോളും. അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. പക്ഷേ ആ ദിവസം കൊച്ചുണ്ണിയുടെ മനസ്സിലൊരു ചെറിയൊരു മുറിവുണ്ടായി. കാലം കടന്നുപോയി, കൊച്ചുണ്ണി വലുതായി. ജീവിതം അവനെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോയില്ല. ചില തെറ്റായ തീരുമാനം, ചില മോശം കൂട്ടുകാർ, അവസാനം കൊച്ചുണ്ണി ഒരു കള്ളനായി മാറി. പക്ഷെ അവൻ്റെ മോഷണങ്ങൾ ഒരു വിചിത്ര കാര്യമുണ്ടായിരുന്നു. സ്വർണവും പണവും, അതിന് ഉപരി അവൻ മോഷ്ടിച്ചത് ടെഡി ബിയറും പാവകളും അത് ലിസ്റ്റിലുണ്ടായിരുന്നു. ചിലർ പറയുന്നത് കൊച്ചുണ്ണിക്ക് പണത്തിനായല്ല എന്നാണ്, അവൻ്റെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടൊരു സന്തോഷമാണ് അതിന് തിരികെ പിടിക്കാനായിരുന്നു എന്നാണ്. ഓരോ ടെഡി ബിയറും അവൻ ബാല്യകാലത്തിൽ ആഗ്രഹിച്ച ഒരു ഓർമ്മ പോലെയാണ്. അതുകൊണ്ടാണ് അവൻ വീണ്ടും കളിപ്പാട്ടങ്ങൾ മോഷ്ടിച്ചത്. അതിനാൽ കൊച്ചുണ്ണി ഒരു ഭീകര കള്ളനല്ല, അവനൊരല്പം കുട്ടികളെപ്പോലെ മനസ്സുള്ള ഒരു വിചിത്ര മനുഷ്യൻ. അതുകൊണ്ടാണ് ദിലീപ് അഭിനയിച്ച ഈ സിനിമയിൽ കൊച്ചുണ്ണി പോലുള്ള കഥാപാത്രം ഇന്നും ആളുകൾക്ക് ഓർമ്മ നിൽക്കുന്നത്. സിനിമയിൽ ഇത് വെറും കോമഡി റണ്ണിങ് ഗ്യാഗായിരിക്കാം, പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് കഥ ചിന്തിച്ച് കഴിഞ്ഞാൽ കൊച്ചുണ്ണിയുടെ ടെഡി ബിയർ മോഷണം അല്ലെ പാവക്കുട്ടികളുടെ മോഷണം ഒരു ചെറിയ വികാരമുള്ള ഒരു കഥ പോലെ തോന്നും. അതിനാൽ അടുത്ത തവണ നമ്മൾ സി ഐ ഡി മൂസ കാണുമ്പോൾ കൊച്ചുണ്ണിയെ കാണാൻ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒരുപോലെ അല്ല, അല്പം കരുണയും കരുതലും കൂടി നമ്മൾ കൊച്ചുണ്ണിയെ ചിന്തിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് ഏവർക്കും ഗൈസ് പീസ് ഔട്ട്.